ദക്ഷിണ കൊറിയൻ മുൻ പ്രസിഡന്റ് യൂൺ സുക് സോളിനെതിരെ ഡ്രോൺ കേസിൽ കടുത്ത നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ 30 വർഷം തടവ് ശിക്ഷ കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. 2024 ഒക്ടോബറിൽ ഉത്തര കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിന് മുകളിലൂടെ അനുമതിയില്ലാതെ ഡ്രോണുകൾ പറത്താൻ ഉത്തരവിട്ടു എന്നതാണ് പ്രധാനപ്പെട്ട കുറ്റം. ഉത്തര കൊറിയയെ പ്രകോപിപ്പിക്കാനും അതുവഴി രാജ്യത്ത് മാർഷൽ ലോ അഥവാ സൈനിക നിയമം പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഒരുക്കാനും അദ്ദേഹം ശ്രമിച്ചു എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി രാജ്യത്തെ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടു എന്നാണ് കോടതിയിൽ ഉന്നയിക്കപ്പെട്ട മറ്റൊരു ആരോപണം. യൂൺ സുക് യോൾ ഇപ്പോൾ തന്നെ മറ്റൊരു കേസിൽ, അതായത് ഡിസംബർ 2024 പരാജയപ്പെട്ട മാർഷൽ ലോ നീക്കം എന്ന കുറ്റത്തിന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. മുൻ പ്രതിരോധ മന്ത്രി കിം യോങ് ഹ്യൂണിന് 25 വർഷം തടവും ഇതേ കേസിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളിലൊന്നായാണ് ഈയൊരു വിചാരണയെ കണക്കാക്കപ്പെടുന്നത്.